അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 27 വെള്ളിയാഴ്ച. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ആദരമർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി ആദരമർപ്പിച്ചു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മൻമോഹൻ സിംഗിനെ ആദരാഞ്ജലികൾ നേർന്നു. അമിത്ഷാ, JP നഡ്ഡ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ കേന്ദ്രമന്ത്രിമാരും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും വസതിയിലെത്തി മുൻ പ്രധാനമന്ത്രിക്ക് ആദരം നൽകി. മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാലും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വീട്ടിലെത്തി ആദരമർപ്പിച്ചു. രാജ്യത്ത് സർക്കാർ 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാത്രിയോടെ മകൾ അമേരിക്കയിൽ നിന്നെത്തിയതിനു ശേഷമാകും സംസ്കാര സമയം നിശ്ചയിക്കുക. രാജ്ഘട്ടിന് സമീപം മുൻ പ്രധാനമന്ത്രിമാരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾക്ക് സമീപം സംസ്കരിക്കാനാണ് ആലോചന. സർക്കാരുമായി ചർച്ച നടത്തി സമയക്രമം നിശ്ചയിച്ചാകും AICCയിലെ പൊതുദർശനം. അക്കാദമിക ലോകത്തും ഭരണരംഗത്തും ഒരേപോലെ അനായാസം തിളങ്ങിയ അപൂർവ രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുസ്മരിച്ചു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ പരിഷ്കരിക്കുന്നതിന് അദ്ദേഹം നിർണായക സംഭാവനകൾ നൽകി. രാഷ്ട്രത്തിനായുള്ള സേവനത്തിനും കളങ്കമില്ലാത്ത രാഷ്ട്രീയ ജീവിതത്തിനും അങ്ങേയറ്റത്തെ വിനയത്തിനും അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹത്തിന്റെ വേർപാട് നമുക്കെല്ലാവർക്കും തീരാ നഷ്ടമാണ് എന്നും രാഷ്ട്രപതി പറഞ്ഞു. സമീപകാലത്ത് രാഷ്ട്രം നേരിട്ട ഏറ്റവും വലിയ നഷ്ടമാണ് മൻമോഹൻ സിംഗിന്റെ വേർപാടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. തകർന്നടിഞ്ഞ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഒരു മജീഷ്യനെ പോലെ അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വിവേചനമുണ്ടെന്ന് ഒരു സംസ്ഥാനവും പരാതി പറഞ്ഞിട്ടില്ലെന്നും ആന്റണി പറഞ്ഞു. അച്ചടക്ക ലംഘനത്തിന് ചാർജ് മെമ്മോ നൽകിയ ചീഫ് സെക്രട്ടറിയോട് തിരിച്ച് വിശദീകരണം ചോദിച്ച് സസ്പെൻഷനിൽ കഴിയുന്ന N പ്രശാന്ത് IAS 7 കാര്യങ്ങൾക്ക് ചീഫ് സെക്രട്ടറി വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് അസാധാരണ രീതിയിലുള്ള കത്ത്. കത്തിന് മറുപടി തന്നാലേ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകൂവെന്നാണ് പ്രശാന്തിന്റെ നിലപാട്. പ്രശാന്തിന്റെ നടപടിയിൽ കടുത്ത അതൃപ്തിയിലാണ് സർക്കാർ. സംഘടനാതലത്തിൽ വൻ അഴിച്ചുപണിക്കൊരുങ്ങി കോൺഗ്രസ്. ബൂത്ത് തലം മുതൽ പാർട്ടിയുടെ മുകൾത്തട്ട് വരെ കാര്യമായ പുനഃസംഘടന വേണമെന്ന് ബെലഗാവിയിൽ ഇന്നലെ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചതായി പാർട്ടി ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ടൌൺഷിപ്പ് നിർമ്മിക്കാനായി സർക്കാർ കണ്ടെത്തിയ എസ്റ്റേറ്റ് ഭൂമികൾ ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. എസ്റ്റേറ്റ് ഭൂമികൾ ഏറ്റെടുക്കുന്നതിനെതിരെ ഉടമകൾ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് സർക്കാരിനെ ആശ്വാസമാകുന്നതും ദുരന്തബാധിതർക്ക് പ്രതീക്ഷയുമാകുന്ന സുപ്രധാന വിധി ഹൈക്കോടതി പുറത്തിറക്കിയത്. എസ്റ്റേറ്റ് ഭൂമികൾക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഏറ്റെടുക്കാമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത MS സൊല്യൂഷൻസിലെ അധ്യാപകർക്കെതിരെ കർശന നടപടിയുമായി ക്രൈംബ്രാഞ്ച്. 2 തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടും അധ്യാപകർ ഹാജരായില്ല. ഇതേ തുടർന്നാണ് കർശന നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് നീങ്ങുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനായി K സുരേന്ദ്രനെ തുടരാൻ കളമൊരുങ്ങുന്നു. 5 വർഷം പൂർത്തിയായ മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാർക്ക് വീണ്ടും മത്സരിക്കാം. ഇതുവഴി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് സുരേന്ദ്രന് വീണ്ടും അവസരം ഒരുങ്ങുകയാണ്. കേന്ദ്ര നിരീക്ഷക വാനതി ശ്രീനിവാസനാണ് ഇതു സംബന്ധിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് പാർട്ടിയുടെ ഓൺലൈൻ യോഗത്തിൽ വിശദീകരിച്ചത്. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിനെതിരെ ആഞ്ഞടിച്ച് CPI നേതാവും മുൻ മന്ത്രിയുമായ VS സുനിൽകുമാർ. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനിൽ നിന്ന് മേയർ MK വർഗീസ് ക്രിസ്മസ് കേക്ക് സ്വീകരിച്ചത്
ആസൂത്രിതമാണെന്ന് വി സുനിൽകുമാർ പറഞ്ഞു. ചോറിവിടെയും കൂർ അവിടെയും എന്ന രീതിയാണിതെന്നും സുനിൽകുമാർ ആരോപിച്ചു. വീട്ടിലേക്ക് വരുന്നവരോട് കയറരുത് എന്ന് പറയാനുള്ള സംസ്കാരമില്ലെന്നും സാമാന്യ മര്യാദയുടെ ഭാഗമായാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്ന് കേക്ക് കൈപ്പറ്റിയതെന്നും തൃശൂർ മേയർ MK വർഗീസ്. സുനിൽകുമാറിന്റെ ആരോപണം പുതിയതല്ലെന്നും മുമ്പും പറഞ്ഞിട്ടുണ്ടെന്നും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ കഴിയില്ലെന്നും MK വർഗീസ് പറഞ്ഞു. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡിന് ഇരുവശത്തുമുള്ള നടപ്പാത കയ്യേറി ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും സ്ഥാപിച്ചു. ഡിസംബർ 28 മുതൽ കോന്നിയിൽ വെച്ച് 4 ദിവസത്തെ ജില്ലാ സമ്മേളനം നടക്കാനിരിക്കെയാണ് പുതിയ വിവാദം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസിന് ലഭിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തി മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ മത്സരിച്ചപ്പോഴാണ് തനിക്ക് പിന്തുണ ലഭിച്ചതെന്നും അന്ന് കുമ്മനം രാജശേഖരനായിരുന്നു ബിജെപിയുടെ സ്ഥാനാർത്ഥിയെന്നും മുരളീധരൻ വ്യക്തമാക്കി. നവകേരള ബസ് വീണ്ടും നിരത്തിലേക്ക് ഇറക്കും. രൂപമാറ്റം വരുത്തിയ ബസ് ബാംഗ്ലൂരുവിൽ നിന്നും കോഴിക്കോട് എത്തിച്ചു. കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ സർവീസ് പുനരാരംഭിക്കും. കേരളത്തെ നടുക്കിയ പെരിയ ഇരട്ടക്കൊലക്കേസിൽ നാളെ CBI കോടതി വിധി പറയാനിരിക്കെ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾ. പ്രതികൾക്ക് തൂക്കുകയർ തന്നെ ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും നീതി കിട്ടുമെന്നും കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ പറഞ്ഞു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. രാമേശ്വരം ക്ഷേത്രത്തിന് സമീപം രഹസ്യ ക്യാമറ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. പ്രതികളുടെ ഫോണിൽ നിന്ന് 200-ലധികം വീഡിയോകൾ കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. രാമേശ്വരത്തെ ഹോട്ടലുകളിലും വസ്ത്രം മാറാനുള്ള മുറികളിലും പോലീസ് പരിശോധന നടത്തി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ DMK സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ വ്രതം തുടങ്ങി. കോയമ്പത്തൂരിലെ വീടിന് മുന്നിൽ സ്വന്തം ശരീരത്തിൽ 6 തവണ ചാട്ടവാർ കൊണ്ടടിച്ചാണ് അണ്ണാമലൈ 48 ദിവസത്തെ വ്രതം തുടങ്ങിയത്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് BJPയുടെ ഇന്നത്തെ മറ്റ് പ്രതിഷേധ പരിപാടികൾ റദ്ദാക്കി. അയോധ്യയ്ക്ക് ശേഷം രാജ്യത്ത് പള്ളി ക്ഷേത്രം തർക്കങ്ങൾ വർദ്ധിക്കുന്നത് നല്ലതല്ലെന്ന RSS മേധാവി മോഹൻ ഭാഗവതിന്റെ അഭിപ്രായ പ്രകടനത്തെ തള്ളി RSS മുഖമാസികയായ ഓർഗനൈസർ. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ഇത്തരം തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആശാസ്യമല്ലെന്നാണ് ഭാഗവത് അഭിപ്രായപ്പെട്ടത്. ഇതിനെ നിരാകരിക്കുന്നതാണ് UPയിലെ സംഭലിൽ ഈയിടെ അരങ്ങേറിയ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലെഴുതിയ ഓർഗനൈസറിലെ മുഖപ്രസംഗം. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഭയങ്കരവും വേദനിപ്പിക്കുന്നതുമായ അനുഭവങ്ങൾ പകർത്തിയ ഐസ് കാൻഡി മാനിന്റെ രചയിതാവും പാകിസ്ഥാനി നോവലിസ്റ്റുമായ ബാപ്സി സിന്ധ്യ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. USയിലെ ഹൂസ്റ്റണിൽ ബുധനാഴ്ചയായിരുന്നു അന്ത്യം. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാനിരിക്കെ US കോളേജുകളിലും സർവകലാശാലകളിലും ഭയവും അനിശ്ചിതത്വവും പടരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. സർവകലാശാലകളും കോളേജുകളും വിദേശ വിദ്യാർത്ഥികളോട് ശൈത്യകാല അവധി അവസാനിക്കും മുൻപേ ക്യാമ്പസിലെത്താൻ ആവശ്യപ്പെട്ടതായി CNN റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ അഭയാർത്ഥി കൂടാരങ്ങളിൽ കൊടും തണുപ്പ് സഹിക്കാനാവാതെ പിഞ്ചുകുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് തുടർക്കഥയാകുന്നു. പ്രസവിച്ച് 3 ആഴ്ച പ്രായമായ ഒരു കുഞ്ഞുകൂടി മരണപ്പെട്ടതോടെ കൊടും തണുപ്പിൽ മരണപ്പെടുന്ന പിഞ്ചുകുഞ്ഞുങ്ങളുടെ എണ്ണം 3 ആയി. അനാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദാനം ഉണ്ടായിരുന്ന യമനിലെ വിമാനത്താവളത്തിൽ ആക്രമണം നടത്തി ഇസ്രായേൽ. സനയിലെ രാജ്യാന്തര വിമാനത്താവളത്തിൽ നടന്ന ബോംബ് ആക്രമണത്തിൽ നിന്ന് ടെഡ്രോസും സംഘവും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ടെഡ്രോസ് സഹപ്രവർത്തകർക്കൊപ്പം വിമാനത്തിലേക്ക് കയറാൻ തുടങ്ങവെയാണ് പെട്ടെന്ന് ആക്രമണമുണ്ടായത്. അദ്ദേഹം യാത്ര ചെയ്യാനിരുന്ന വിമാനത്തിലെ ക്രൂ അംഗത്തിനും പരിക്കുണ്ട്. ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്ക് ആധിപത്യം. 2ാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 164 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. ഓസ്ട്രേലിയയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറിനൊപ്പമെത്താൻ ഇന്ത്യയ്ക്ക് ഇനിയും 310 റൺസ് വേണം. ഇന്ത്യയ്ക്കു വേണ്ടി യശസ്വി ജയ്സ്വാൾ 82 റൺസ് എടുത്തു. നേരത്തെ 311-ന് 6 എന്ന നിലയിൽ 2ാം ദിനം കളി തുടങ്ങിയ ഓസ്ട്രേലിയ 474-ന് എല്ലാവരും പുറത്തായി.
140 റൺസ് നേടിയ സ്ലീവ് സ്മിത്തിന്റെയും അദ്ദേഹത്തിന് പിന്തുണ നൽകി 46 റൺസെടുത്ത പാറ്റ് കമിൻസിന്റെയും പ്രകടനമാണ് ഓസ്ട്രേലിയയെ മികച്ച നിലയിൽ എത്തിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.